കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട നഗരസഭാ കൗൺസിലർമാർക്ക് സ്വീകരണം നൽകി മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു. മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിലിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർക്ക് മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മൂവാറ്റുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് അജ്മൽ ചക്കുങ്കൽ അധ്യക്ഷത വഹിച്ചു. അന്ന് നഗരസഭ വന്ന് ഏറ്റവും ആദ്യം ഈ കൗൺസിൽ വന്നപ്പോൾ ചെയ്തത് നഗരസഭയുടെ അണഞ്ഞിരുന്ന ദീപങ്ങൾ തെളിയിച്ചു എന്ന് പറഞ്ഞു. അന്ന് വന്നപ്പോഴും ഏറ്റവും ആദ്യം ഇവിടെ പറഞ്ഞത് അന്നും വിളക്കുകൾ കത്തണില്ല എന്ന്. അന്ന് മർച്ചന്റ് അസോസിയേഷൻ്റെ മുൻകൈ എടുത്തുകൊണ്ട് അന്നത്തെ നിങ്ങളുടെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറോട് ചോദിച്ചാൽ അറിയാം, നമ്മുടെ കടകളിൽ നിന്ന് പോസ്റ്റുകളിലില്ലാത്ത പൈപ്പുകൾ നമ്മൾ ഓരോ കടകളിൽ വിളിച്ചു പറഞ്ഞ് പൈപ്പുകൾ അറേഞ്ച് ചെയ്തു. അന്ന് ബിൽഡേഴ്സ് അസോസിയേഷനെ വിളിച്ചു പറഞ്ഞ് അവിടെ ഈ ഇപ്പോൾ കത്തിച്ച നെഹ്റു പാർക്കിലെ വിളക്ക് നമ്മൾ ആ വലിയ ഹൈമാസ്ക് നമ്മൾ മുൻകൈയിട്ട് ചെയ്തതാണ്. അന്ന് പിന്നെ അന്നത്തെ കൗൺസിലൊരു ആഗ്രഹമായിരുന്നു നഗര സൗന്ദര്യവൽക്കരണം. നമ്മളെല്ലാ കടകളിലും ചെടിച്ചിട്ടി അടക്കം ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. പക്ഷേ ആ തുടങ്ങി വന്നപ്പോഴാണ് നഗര വികസനത്തിൻ്റെ പേരിൽ ആ നഗര സൗന്ദര്യവൽക്കരണം വന്നുപോയത്. അപ്പോൾ ഒരു നഗരസഭ എന്ത് പറഞ്ഞാലും അതേപടി കേൾക്കാൻ തയ്യാറുള്ള സംഘടനയും അതേപടി അനുസരിക്കാൻ തയ്യാറുള്ള കച്ചവടക്കാരും മൂവാറ്റുപുഴ. യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി, വൈസ് ചെയർപേഴ്സൺ PM അബ്ദുൾ സലാം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജിനു മടേക്കൽ, അസം ബീഗം, P രജിത തുടങ്ങി മൂവാറ്റുപുഴ നഗരസഭയിലെ എല്ലാ കൗൺസിലർമാരും പങ്കെടുത്തു. അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഗോപകുമാർ കല്ലൂർ, ട്രഷറർ KM ഷംസുദ്ദീൻ, അസോസിയേഷൻ ഭാരവാഹികളായ മഹേഷ് കമ്മത്ത്, PO ഷംസുദ്ദീൻ, ബോബി നെല്ലിക്കൽ, യൂത്ത് വിംഗ് പ്രസിഡന്റ് ആരിഫ് PVM, ഗ്രെയിൻസ് പ്രസിഡന്റ് റാഫി, വനിതാ വിംഗ് ഭാരവാഹികളായ മിനി മാത്യു, ബിജി സജീവ് എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് സ്നേഹവിരുന്നുമുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. സ്വർണം വിൽക്കുവാൻ ഏറ്റവും നല്ലത് നമ്മുടെ അച്ചയൻസ് തന്നെ. കേരളത്തിലെ നമ്പർ 1 ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചയൻസ് ഗോൾഡ്. എപ്പോഴും അച്ചയൻസ് ഗോൾഡിൽ ഒന്നാന്തരം വിലയിൽ സ്വർണം വിൽക്കാം. അത് നേരാ. അച്ചയൻസ് ഗോൾഡ് ആകുമ്പോൾ വിശ്വസ്തതയുടെയും കൃത്യതയുടെയും കാര്യത്തിൽ വിശ്വസിക്കാം. വിൽക്കുന്ന സ്വർണത്തിന് കൂടിയ വില കിട്ടും. എല്ലാ ഇടപാടുകൾക്കും സമ്മാനങ്ങളും ഉണ്ട്. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916.